ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അച്ചസ് ഡിസൈൻ. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ വൈറ്റ് കളറിലെ പേൾ വേണം. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഷുഗർ ബീഡ്സ് വേണം ഗോൾഡൻ കളറിലെ. അപ്പോൾ ഒരു 2 ബീഡ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അത്രയ്ക്ക് സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈൻ ആട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് മെറ്റീരിയലിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോർണർ ഭാഗത്ത് നിന്ന്, അതായത് താഴേക്ക് ഒരേ ലൈനിൽ, അതായത് നമ്മൾ സ്കെയിൽ വെച്ചിട്ടൊക്കെ ലൈൻ വരയ്ക്കില്ലേ ചരിച്ച്, അതേപോലെ ആ ലൈൻസ് ഇതേപോലെ ഇത്രയും ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിട്ട് ഇതേപോലെ ലൈൻസ് റൗണ്ട്സ് നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ ഒരേ ഒരു പൊസിഷനിലേക്ക് തന്നെ ചരിച്ച് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗം വരെ എത്തത്തക്ക വിധത്തിൽ, പറയാൻ പറ്റില്ല കേട്ടോ, മിസ്റ്റേക്കൊക്കെ സംഭവിക്കുന്നു. ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ, ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ യോക്കിൻ്റെ പോർഷൻ കംപ്ലീറ്റ് നമ്മൾ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. യോക്കിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് യോക്കിൻ്റെ ലെങ്ത് 14 ലെങ്താണ് വരുന്നത്. അപ്പോൾ ആ യോക്കിൻ്റെ ലെങ്തിൽ കംപ്ലീറ്റ് നമ്മൾ ഇതേപോലെ ബീഡ്സ് ത്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബീഡ്സ് ത്രെഡിങ് അല്ല, പോയിൻറ്റ്സ് ഇട്ട് സ്പ്രെഡ് ചെയ്ത പോലെ കൊടുക്കണം. അതായത് ഒരേ പൊസിഷനിൽ തന്നെ ആവാനായിട്ട് ശ്രദ്ധിക്കുക, 1 ഇഞ്ച് ഗ്യാപ്പിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ റൗണ്ട്സ് കൊടുത്തിട്ടുള്ള ഭാഗത്തൊക്കെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ആദ്യം ആ വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആ ഒരു ഗോൾഡൻ ബീഡ്സ് ഇല്ലേ, ഒരു 12 അല്ലെങ്കിൽ 11, നമുക്ക് ഈ ഒരു ബീഡ്സിന് ചുറ്റിനും എത്ര ബീഡ്സ് നിൽക്കാൻ പറ്റുന്ന നോക്കണം. അതിനുശേഷം ഇതേപോലെ റൗണ്ട് പോലെ ഒന്ന് പിടിച്ച് നോക്കണം. അപ്പം നമുക്ക് കറക്റ്റ് ബീഡ്സാണ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത ആ ബീഡ്സിൻ്റെ അകത്തുകൂടി നീഡിൽ എടുക്കുക. നീഡിലും ത്രെഡും കൂടി ഇറക്കുമ്പോൾ അതേപോലെ റൗണ്ട് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ 1-2 വട്ടം നമ്മൾ ചെയ്ത് നോക്കണവേ. ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പിടി കിട്ടും, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്ക് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും അറിയത്തില്ല. അപ്പോൾ ഇതേപോലെ നമ്മൾ ആദ്യം ഇതേപോലെ ബീഡ്സ് ഫിക്സ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ ആ വൈറ്റ് പേൾ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 12 ബീഡ്സ് അല്ലെങ്കിൽ 11 ബീഡ്സ്, ആ ഒരു ബീഡ്സിന് ചുറ്റും നിൽക്കുന്ന ബീഡ്സ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതേപോലെ ഓരോ ബീഡ്സിൻ്റെ അകത്തും ഞങ്ങൾ ലോക്കിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും സിമ്പിൾ ഡിസൈനാണ് ഇത്. ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം, ഡിസൈനിങ് ഒന്നും അറിയണം എന്നൊന്നുമില്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈസി ഡിസൈനാട്ടോ ഇത്. അപ്പോൾ അടുത്തതും ഇതേപോലെ നമ്മളൊരു വൈറ്റ് പേൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം കണ്ടോ, ആദ്യം എടുത്ത ആ ബീഡ്സിൻ്റെ അകത്തുകൂടിയാണ് നീഡിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് എടുത്തിട്ടുള്ളത്, അത് ശ്രദ്ധിക്കുക. ബീഡ്സ് വർക്ക് ചെയ്യാനായിട്ട് നീഡിൽ നമ്പർ 12 തന്നെ ചൂസ് ചെയ്യുക. അതിനുശേഷം കണ്ടോ, നമ്മളിപ്പം അത് ഫിക്സ് ചെയ്തും കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനായിട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതായിട്ടോ, ഒരാൾക്ക് മാത്രമെന്നല്ല, അറിയാവുന്നവർക്ക് മാത്രമല്ല അറിയാൻ വയ്യാത്തവർക്കും ചെയ്യാൻ പറ്റിയ ഡിസൈനായിട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതെന്തായാലും നമുക്കൊരു ദിവസമൊക്കെ മതിയാവും ചെയ്തെടുക്കാനായിട്ട്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള പോർഷനും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ കണ്ടോ, ഒരേ ഒരു സൈഡിലേക്കാണ് നമുക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്, നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇത്. പിന്നെന്താ, അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പം നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്